ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ. ഓക്കെ, 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണോ നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് ഇപ്പം തന്നെ എന്ന് ഞാൻ ചോദിച്ചാൽ പലരും പറയും പല പല പ്രശ്നങ്ങളുണ്ടെന്നല്ലേ. അതെ, എനിക്കുണ്ട് പല പല പ്രശ്നങ്ങൾ. അപ്പം എന്താണ് ഞാൻ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കെയർ. നമ്മൾ സ്ത്രീകൾ 90% മറന്നു പോകുന്നൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാട്ടോ ഈ സെൽഫ് കെയർ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക, അതിന് കുറച്ച് ടൈം കണ്ടെത്തുക. നമ്മൾ സ്ത്രീകൾ, അതായത് നമ്മുടെ അമ്മമാർ തൊട്ടായിരിക്കും നമ്മൾ കൂടുതലും കണ്ട് നമുക്ക് ഓർമ്മ. അവരിൽ തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാര്യം ചെയ്യാനായിട്ട് ടൈമില്ല അല്ലേ. എപ്പോൾ നോക്കിയാലും അവർ ബിസി ആയിരിക്കും. ഇപ്പം അവർ ജോലിക്കാരല്ല, ഇനിയിപ്പോൾ ഹൗസ് വൈഫ് ആണെങ്കിൽ തന്നെ അവരെപ്പോഴും ബിസി ആയിരിക്കും. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായ പോലും വരുമ്പോൾ ഞാൻ പറയും, എന്നാ ബാ ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ ഉടനെ പറയും, വേണ്ട അത് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങ് മാറിക്കോളും, അല്ലെങ്കിൽ അത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇപ്പം ഒരു അസുഖം തുടങ്ങുവാണേലും അതിൻ്റെ ലാസ്റ്റ് അറ്റം പറ്റുന്നിടം വരെ ഇത് കെയർ ചെയ്യാതെ ഇരിക്കും. ഓക്കെ, എന്നിട്ട് ബാക്കി എല്ലാവരുടെ കാര്യങ്ങളും ഓടി നടന്ന് കെയർ ചെയ്യുകയും ചെയ്യും. അപ്പം അത് എനിക്ക് തോന്നുന്നു ഒരു ജനറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകളിൽ. ഇപ്പം നമ്മളെ എടുത്താലും നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലിക്കാണ് നമ്മളെപ്പോഴും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തന്നെ അത് വളരെ കുറവാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യത്തിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതിൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു നിസ്സാര അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ PCOD. എനിക്ക് ആ ഒരു അസുഖം ഓൾമോസ്റ്റ് ഒരു 20-22 വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആദ്യമൊന്നും ഞാനത് കെയർ ചെയ്തിരുന്നേയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ചുകൂടെയൊക്കെ ആകും തോറും അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇച്ചിരി കൂടിയൊക്കെ വന്നു. ഓക്കെ, ഒരു പ്രത്യേക സ്റ്റേജിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇച്ചിരി കൂടിപ്പോയി. അത് വേറൊന്നും കൊണ്ടല്ല. PCOD എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും. നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് വേണേൽ പറയാം. നമ്മുടെ ഫുഡിൻ്റെ ഹാബിറ്റ് അതുകൊണ്ടൊക്കെ നമുക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ശരിക്കും. നമ്മുടെ ഹോർമോണിലുണ്ടാകുന്ന ഇംബാലൻസ് ആണ് അത് വരാൻ കാരണം. പിന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് നിർത്താൻ പറ്റുന്നതായിട്ടുള്ള കുറേ ഫാക്ടറുണ്ട്. പക്ഷെ അതൊന്നും ഞാനും ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, അന്ന് ഞാനും ബിസി ആയിരുന്നു. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. കാരണം പഠിത്തം കഴിഞ്ഞു, ഞാനും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കാര്യവും എന്നെപ്പറ്റി ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. എങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം, അല്ലെങ്കിൽ എങ്ങനെ ടൈം അല്ലാതെ എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്കുള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു അല്പം കൂടിയപ്പോഴാണ് എനിക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായത്. സത്യം പറഞ്ഞാൽ എന്നത് കൂടി, ശരിക്കും പറയുകയാണെങ്കിൽ കൊറോണ ടൈമിലാണ് എനിക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കൂടിയത്. അന്ന് ഞാൻ ഫുഡൊന്നും കൺട്രോൾ ഇല്ലാതെ വീട്ടിൽ തന്നെ ആയിരുന്നുകൊണ്ട് വളരെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ആ ഒരു ടൈമിൽ അത് കൂടി കഴിഞ്ഞിട്ടും ശരിക്കും ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴും അവരും ആദ്യം ഒരു ടാബ്ലറ്റ് ആണ് തരുന്നത് അല്ലേ. അപ്പോൾ ടാബ്ലറ്റ് കൊണ്ടുവന്നു കഴിച്ചു. അങ്ങനെയായിരുന്നു ഞാൻ അതിന് മുന്നേ ചെയ്തത്. പക്ഷെ ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരു ടാബ്ലറ്റ് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് മാറ്റണം. അങ്ങനെയാണ് ഞാൻ ഹെൽത്തിനെ ഫസ്റ്റായിട്ട്, എൻ്റെ ഹെൽത്തിനെ പറ്റി ഞാൻ കോൺഷ്യസ് ആയതും ഞാൻ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് എന്നെ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നവരായിരിക്കും നമ്മളിൽ പല സ്ത്രീകളും. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പോൾ സെൽഫ് കെയറിന് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ടൈമെങ്കിലും എങ്ങനെയും നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റൈല്, ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈല്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഇപ്പോഴും. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തിനാണ് റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾ മസ്റ്റായിട്ട് ഇനിയെങ്കിലും നമ്മുടെ സെൽഫ് കെയർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഭയങ്കര വലുതായിരിക്കും. ഇപ്പം നമുക്ക് ഏതൊരു കാര്യത്തിനെ പറ്റി അറിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതും ഈ ഒരു AI കാലത്ത് നമുക്ക് എന്തിനെ പറ്റി അറിയത്തില്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതുപോലെ റെഫർ ചെയ്ത്, അതായത് നമ്മളെല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അതിൽ നിന്നും നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പല സോഴ്സുകളുണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ. അതുവഴി ഈസി ആയിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷനും കിട്ടും. അപ്പം നിങ്ങൾ അതുവഴി അതിനുള്ള സൊല്യൂഷനും കണ്ടെത്തി എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അത് നല്ല ബോൾഡായിട്ട് നിന്നിട്ട് നിങ്ങളത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. നമുക്ക് എത്ര ടൈം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ദിവസം ഒരു 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കും.
അതായത് വേറൊന്നും ചിന്തിക്കാതെ, വേറെ ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട ആ ഒരു ടൈമിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. 1 മണിക്കൂർ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് മാത്രം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങൾ കാണും, അല്ലെ ഇന്നത് ചെയ്യണം, എന്നെ കുറച്ച് കെയർ ചെയ്യാനുണ്ട് എല്ലാം അതായത് നമ്മളെ കെയർ ചെയ്യാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ടൈമിലെങ്കിലും നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിനാണ് കേട്ടോ. അതാണ് ഞാൻ ഏറ്റവും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഹെൽത്തി ആയിട്ട് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഇപ്പം 30 വയസ്സ് അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാൻ 30 വയസ്സെന്ന് പറഞ്ഞത് തന്നെ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ടൈം ഇട്ടിട്ട് നമ്മളെ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങണം. അപ്പം നമുക്ക് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. അപ്പം മൊത്തത്തിൽ നമുക്ക് പറ്റത്തില്ലെങ്കിലും നമുക്കൊരു പരിധി വരെ ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ. ഓക്കെ, അപ്പം നമ്മുടെ അത്ര അറിയാവുന്നവർ വേറെ ആരുമില്ല. അതിപ്പോൾ ഞാൻ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയ അസുഖമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അതിനനുസരിച്ചുള്ള ഡയറ്റ് നോക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഞാൻ ബാക്കിയെല്ലാം നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊക്കെ പറ്റുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ പ്രശ്നം, അല്ലെ അവർക്കും ആ പ്രശ്നം ഉണ്ടല്ലോ, എന്നിട്ടും അവരൊക്കെ അത് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് ചെയ്താൽ എന്താണെന്നാണ് നമ്മൾ വല്ലതും ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കല്ലേ, നമ്മൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യുക. ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ കെയർ ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന്. അതായത് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി, അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുകയേനെ. അല്ലെങ്കിൽ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, ഇതിനെ ബേസ് ചെയ്ത് ഇത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയേനെ, ശരിയാ ഇത് ഞാനത് കെയർ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പം ഇത്ര ഇതാവത്തില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ കാണും. അപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് കെയർ ചെയ്യാനൂടെ എടുക്കുക. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ.